അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾ ആരെയും കടക്കാറാക്കല്ലേ അല്ലാഹ്. കടങ്ങൾ വിടാനുള്ള വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വിടാനുള്ള വഴികൾ നീ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, കടങ്ങളാണ് കടങ്ങൾ വിടാനുള്ള ഒരു വഴി അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കടമാണെങ്കിലും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എത്ര വലിയ കടവും അല്ലാഹു വീട്ടിൽ തരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എത്ര വലിയ കടമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിൽ തരുന്നതാണ്. അങ്ങനെയുള്ള 5 കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടങ്ങൾ തീരാൻ വേണ്ടി സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അമൂല്യ നിധിയാണ്. കടങ്ങൾ വീടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലോടുത്ത സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അമൂല്യ നിധിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പലരും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഭൂരിഭാഗം പേരും. അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ കടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കടമാണെങ്കിലും 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എത്ര വലിയ കടവും അല്ലാഹു വീട്ടിൽ തരുമെന്ന് നബിയനാ റസൂലുള്ളാഹി. കടങ്ങൾ പെട്ടെന്ന് വീടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി നമ്മളെ പഠിപ്പിച്ചത് തഹജ്ജുദ് നമസ്കാരമാണ്. ഒരുപാട് കടമുള്ളവർ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചു, അല്ലാഹു റസൂൽ പഠിപ്പിക്കുക തഹജ്ജുദ് നമസ്കാരമാണ്. ആദ്യം 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ശ്രദ്ധിച്ചു കേൾക്കണം, ഒരുപാട് കടമുള്ള മുഅ്മിനീങ്ങൾ ഒരുപാട് പൈസ, എത്രയോ ലക്ഷങ്ങൾ കടമുള്ളവർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചവരെ എല്ലാം കടങ്ങൾ വീടണേ. അപ്പൊ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് കടങ്ങൾ പെട്ടെന്ന് വീടാൻ. ഹബീബായ നബി തങ്ങൾ ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തന്നത് തഹജ്ജുദ് നമസ്കാരമാണ്. ആദ്യം 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ഓതാൻ ഞാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇത് ആയത്തുൽ കുർസിയാണ്, നമുക്കെല്ലാവർക്കും ഇതറിയുന്നതാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ആ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം ഓതുക. അതിനുശേഷം സൂറത്തുൽ നാസ് 1 പ്രാവശ്യം. ഇത് ഇത്രയും ഒന്നാമത്തെ റക്അത്തിലാണ് നമ്മൾ പാരായണം ചെയ്യുക. ഒന്നാമത്തെ റക്അത്തിലാണ് ഈ പറഞ്ഞ സൂറത്തുകളെല്ലാം നമ്മൾ പാരായണം ചെയ്യേണ്ടിയുള്ളത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദേ 2-3 സൂറത്ത് പറഞ്ഞിട്ടുണ്ടോ, ഒന്നാമത്തെ റക്അത്തിലാണോ എന്ന് ചോദിക്കും. അല്ല, ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷമാണ് ഈ പറഞ്ഞ സൂറത്തുകളെല്ലാം നിങ്ങൾ പാരായണം ചെയ്യുക. അപ്പൊ ഇതേ രൂപത്തിൽ, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ രണ്ടാമത്തെ റക്അത്തിലും പതിവാക്കിയാൽ നമ്മുടെ കടങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരുന്നതാണ്, വീട്ടിത്തരുന്നതാണ് എന്ന് നാവുകളുടെ കളവ് പറയാത്ത നേതാവ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്തുകളെല്ലാം നിങ്ങൾ പാരായണം ചെയ്യുക. ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് മനഃപാഠമാക്കിയിട്ട് നമ്മൾ നമസ്കരിക്കുക. എല്ലാ ദിവസവും തഹജ്ജുദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി നിങ്ങളെ കടങ്ങൾ അല്ലാഹു വീട്ടിൽ തരുന്നതാണ്. അപ്പോൾ ഇഖ്ലാസോടെ നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുക.
ഇനി ഒരു സത്യവിശ്വാസിയുടെ കടം പെട്ടെന്ന് വീഴാനായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയാണ്. ഒരിക്കൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ ദുഃഖകരമായിരിക്കുകയാണ്. ദുഃഖത്തോടെ അവിടെ ഇരിക്കുകയാണ്. അബൂ ഉമാമ തങ്ങൾ വളരെ ദുഃഖമായിരിക്കുന്നത് കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ അബൂ ഉമാമ, എന്തിനാണ് താങ്കൾ വളരെ ദുഃഖിതനായിരിക്കുന്നത്? അബൂ ഉമാമ, എന്താണ് നിങ്ങൾക്കുള്ള വിഷമം? നിങ്ങളുടെ പ്രയാസം എന്താണ് അബൂ ഉമാമ? ആ സമയം മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപാട് കടങ്ങളുണ്ട് നബിയേ, ഒരുപാട് കടങ്ങളുണ്ട് നബിയേ, ഒരുപാട് കടമുണ്ട് നബിയേ. ആ കടം മാറാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ അബൂ ഉമാമയുടെ തോളിൽ തട്ടിയിട്ട് ഒരു ദുആ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അബൂ ഉമാമ, നിനക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നീ നിത്യമാക്കി കഴിഞ്ഞാൽ നിന്റെ കടങ്ങളെല്ലാം അല്ലാഹു വീട്ടി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിത്തക്കൾ അവിടെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഏതാണ് ആ ദുആ? ഈ ദുആയൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രഭാത ദിക്ർ, നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ എല്ലാ ദിവസവും പ്രഭാത ദിക്ർ ചെല്ലാറുണ്ട്. ആ പ്രഭാത ദിക്റിൽ നമ്മൾ ഈ ദുആയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രഭാത ദിക്റിൽ നിങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ആ ദിക്റുകളെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്, ഖൈറുകൾ ധാരാളം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവന്റെ വിത്തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ദുആയാണ്. ആ ദിക്റേതാണ് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ എന്ന് പറഞ്ഞ ഈ മഹത്തായ ദിക്ർ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ എല്ലാ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. എന്റെ മടിയും എന്റെ അശക്തതയും നീ മാറ്റിത്തരണേ അല്ലാഹ്. എന്റെ പിശുക്കത്തരം മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ ഒരുപാട് കടങ്ങളുള്ളവനാണ്, എന്റെ കടങ്ങൾ മാറ്റിത്തരണേ. ഇത്രയും പ്രാധാന്യം അർപ്പിക്കും, ഇത്രയും പ്രാധാന്യമുള്ള ഒരു ദുആയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ ദിക്ർ ചൊല്ലുകയും ദുആ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രയും മഹത്തായ ഒരു ദിക്റും അതിന്റെ അർത്ഥവുമാണ് ഞാൻ പറഞ്ഞു തന്നത്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹുവിന്റെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ്. എല്ലാ സമയങ്ങളിലും ധാരാളം ചൊല്ലുക. ഏതാണ് ആ ഇസ്മിയ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിൽപ്പെട്ട ഒരു മഹത്തായ നാമമാണ്. ഒരുപാട് കടമുള്ളവരോട് നിങ്ങൾ ഈ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക. അന്നാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. ആ ദിക്ർ ഏതാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ ദിക്ർ ഏതാണ് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാ ബാസിത്ത് യാ ഖവി യാ അല്ലാഹ്, 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 യാ ബാസിത്ത് യാ ഖവി യാ അല്ലാഹ്. അർത്ഥം എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എല്ലാത്തിനും വിശാലതയുള്ളവനും പടച്ചവനെ, എല്ലാത്തിനും കഴിവുള്ളവനുമായ അല്ലാഹ്, എല്ലാ വിഷയങ്ങൾക്കും റബ്ബേ നീയാണ് വിശാലത നൽകുന്നവൻ. അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും കഴിവുള്ളവൻ നീയാണ് അല്ലാഹ്. എന്റെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ മഹത്തായ ധാരാളം നിങ്ങൾ ചെല്ലുക. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരു ദിക്റാണ്. ഒരു ദിക്റാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്.
ഏതാണ് ആ ദിക്ർ നമുക്ക് നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു, വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ സൂറത്ത് 66-ാമത്തെ അധ്യായമായ സൂറത്ത് തഹ്രീം, സൂറത്ത് തഹ്രീം, സൂറത്ത് തഹ്രീം. അപ്പൊ സൂറത്ത് തഹ്രീം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കടവും അല്ലാഹു മാറ്റിത്തരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര വലിയ കടമുള്ളവരും ഈ അമലുകൾ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതി ഈ അമലുകൾ നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. ആരാണ് നമുക്ക് പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച 5 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇഖ്ലാസോടെ ചെയ്താൽ മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹു, ഞങ്ങൾ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നീ നല്ല ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. ഖൈറുകളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പഠിച്ചവനെ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയിച്ച് വരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഇതിന്റെ വിദഗ്ധഭാവം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോട് കബറിലെത്തിക്കണേ അല്ലാഹ്. അവിടെ കബറുടെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഞങ്ങളിൽ നിന്ന് നീ നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവർക്ക് സകല അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഭവനങ്ങളില്ലാത്തവരുടെ റബ്ബേ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും വാടക വീടുകളിലാണ് പഠിച്ചവനെ. സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ രോഗികളുണ്ട്. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഖൈറുകളുടെ വഴികൾ വിശാലമാക്കി തരണേ അല്ലാഹ്. സന്തോഷങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും വേദനകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പഠിച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെല്ലാം നീ കാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, പരസ്പരം ഷെയർ ചെയ്യുന്നവർ, അങ്ങനെ ഞങ്ങളുമായി ബന്ധങ്ങൾ ധാരാളം കിടക്കുന്ന റബ്ബേ, അവർക്കൊക്കെ നീ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും അവരുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിലനിർത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവനെ. ഈ ഭൂമിയിൽ എന്തെല്ലാം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്.
പടച്ചവനെ എല്ലാത്തിനും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, എല്ലാത്തിനും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബേ നിനക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തും ഐശ്വര്യവും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും എല്ലാം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.